അത് ഇത് 32 അല്ല നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതാ നമ്മൾ വലിയ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അതിൻ്റെ മുന്നേ കുറച്ച് എടുത്ത് വെച്ച വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇതാ മീൻ കൊണ്ടുവന്നേന്ന് കേട്ടോ. മീൻ പേതളാണ് കേട്ടോ, കഷ്ണം മീനാണ് കേട്ടോ കൊണ്ടുവന്നത്. ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതാ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയും ഒരൊറ്റ തക്കാളിയും പുളി ഒഴിച്ചാണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉണ്ട് അവിടെ. മല്ലിച്ചപ്പ് മല്ലിയില കുറച്ചുണ്ട് കേട്ടോ, എനിക്കിഷ്ടം കേട്ടോ മല്ലിയില മീനിക്ക് ഇടുന്നത്. അതും അധികം ഇടരുത്, ഒരു കുറച്ചൊക്കെ കേട്ടോ. അങ്ങനെ ഇതാ കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വിഷ്ണു പറഞ്ഞു മീൻ തിന്നാൻ പൂതി ഉണ്ടമ്മ, മീൻ പച്ചമീൻ തിന്നിട്ട് കുറേ ദിവസമായില്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പച്ചമീൻ്റെ കറി വെക്കുകയാണെങ്കിൽ അതിക്ക് പപ്പടം കൂടെ വേണം കേട്ടമ്മ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, പപ്പടം ഉണ്ടായിരുന്നു അവിടെ, അതും കൂടെ കാച്ചെടുത്തു കേട്ടോ. ഇതാ ലൈക്ക് അടിക്കാൻ മറന്നു പോയ കൂട്ടുകാർ ഇപ്പം തന്നെ ഇങ്ങോട്ട് ലൈക്ക് അടിച്ചോളി കേട്ടോ. എന്തായാലും ഞാൻ പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് വേണം മീൻ വറുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, മീനും കൂടെ വറുത്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും മീൻ കറി വെച്ചു, ഇനിയിപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ കുറച്ച് വറുത്തെടുക്കുക. അതിനകത്ത് ആ കറിവേപ്പിലൊക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഉപ്പിട്ട് ഒരു നുള്ള് വിനാഗിരി ഒഴിച്ചാണ്ട് ഇതാ കുഴച്ച് വെച്ച മീൻ നമ്മൾ വറുത്തെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമല്ല, കുറച്ചും കൂടെ ഉണ്ട് വറുത്തെടുക്കാൻ. ഞാനത് അവിടെ കുഴച്ച് വെച്ചതാണ്. ഇനി ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. പിന്നെ കല്യാണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകേണ്ട അന്ന് വൈകുന്നേരത്ത് പിന്നെ ചോറൊന്നും വെച്ചിട്ടില്ലാന്ന് കേട്ടോ. അന്ന് തന്നെയാണ് നാത്തൂനും മക്കളൊക്കെ വന്നത്. ഓലിപ്പോൾ സ്കൂൾ തുറക്കാനായല്ലോ, തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമല്ലോ, അതുകൊണ്ട് ഓല് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ആരെങ്കിലും കയ്യിലൊക്കെ ആയിട്ട് ഫോൺ ഉണ്ടാവും, മക്കളെ കയ്യിൽ. പിന്നെ ഓല് ഫോൺ കാണുമ്പോൾ വർത്താനം പറഞ്ഞിടുന്നതൊന്നും പറ്റില്ല. പിന്നെ ഞാനതിന് വോയിസ് കൊടുക്കണം. പിന്നെ എനിക്കും വല്ലാണ്ട് മടിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ വല്ലാതെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കുറച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ ഞാൻ കല്യാണ തലേന്ന് പോയതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വിഷ്ണുവിനുള്ള ചോറ് ഞാൻ വിളമ്പിട്ടാണ്. അപ്പോൾ ഓന് കറി കൂടുതലായിട്ട് ഒഴിക്കണത് വലിയ ഇഷ്ടം. നല്ല കറിയൊക്കെ ആണെങ്കിൽ നല്ലോണം കറിയൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ. അങ്ങനെ മീൻ കറി ഒഴിച്ചിട്ടുണ്ട്, 2 വറുത്ത മീൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കാച്ചതും കൂടെ ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ രാത്രിയത്തെ വിഭവങ്ങളായിട്ടുണ്ട്. പിന്നെ മീൻ തിന്നൂലെന്ന് വിചാരിച്ചാണ്ട് സൂര്യമോൾക്കൊരു മുട്ട പൊരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓളിഞ്ഞ് മീൻ കറി ഒന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ, മീൻ തിന്നിട്ടില്ലെങ്കിൽ മുട്ട കൂട്ടി തിന്നോട്ടെ എന്ന് കരുതി. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലത്തെ വിശേഷങ്ങൾ അറിയാനാണ് കേട്ടോ. ദോശയാണ് ദോശ. കറി ഞാൻ കാണിച്ചു തരാം. ഇതെന്താ അറിയോ, ഇതുണ്ടാവൂല, പക്ഷേ മീൻ തിന്നണവർക്ക് ഇത് മതിട്ടോ. ഇന്നലത്തെ മീൻ കറിയാണ്, പേതൽ. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു പാട്ടിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടത്. അപ്പോൾ രാജു അവിടെ ഫോൺ ഓണാക്കി വെച്ചിരുന്നു കേട്ടോ. വെട്ടാൻ പോകാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും വെട്ടാൻ പോയിട്ടില്ല കേട്ടോ, എല്ലാവരും ഉണ്ട് വീട്ടിൽ. അതെ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് സംഭവം അറിയും, മിക്സി കേടല്ലേ. അപ്പൊ ഞാൻ അപ്പുറത്തെ വീട്ടില്
ഓല് നീക്കട്ടെ വിചാരിച്ചു, നീച്ചിട്ടില്ല. അതില് ഒരു നീച്ചാറ് പിന്നെ മിച്ചക്ക് കിട്ടി നാളികേര അരി അരച്ചത്. അതുകൊണ്ട് നേരം കഴിഞ്ഞു. സമയം കുറേ ആയില്ല, 8 മണിയൊക്കെ ആയിരുന്നു. പിന്നെ 8 ആയോ, അല്ലെങ്കിൽ 7:45, 7:30. വെട്ട് ലീവ് ആവണ അന്ന് രാവിലെ അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ഞാൻ നേരത്തെ എണീറ്റ് ചായക്കടി ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ നമ്മളെ മിക്സി കേടായതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലത്തെ മിക്സി വാങ്ങിയാണ്ടാണ് അരി അരച്ചണത്. അതുകൊണ്ട് എന്തായി, നേരം വൈകി. അതുകൊണ്ട് അമ്പലത്തേക്കൊന്നും പോയില്ല. പിന്നെ ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരുങ്ങി പോണതൊന്നും വീഡിയോ എടുക്കാതെ അവിടെ എത്തിയാൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടൂർക്ക് പോയെന്ന്. വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്നപ്പോഴത്തേന് 8 മണി 8:30. അപ്പോൾ ഉണ്ട് രാജു ഐശ്വര്യം കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ, ഒന്നിച്ച് പോവാമെന്ന് പറഞ്ഞാണ്ട്, ഓട്ടോറിക്ഷയ്ക്ക് പോവാമെന്നും പറഞ്ഞാണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ തൃക്കേക്കുത്തേക്കാണ് കല്യാണ തലേന്ന് പോണത്. അങ്ങനെ ഇവിടെ വീട്ടിലെത്തിയ സന്തോഷത്തിലാണ് കേട്ടോ. ആര് വീടാത്? അത് ഇത് 32 അല്ല, എന്തേലൊക്കെ പറഞ്ഞു. അടുക്കളയ്ക്ക് വേറെ ടൈല ഞങ്ങള് ഇതല്ലേ ഓൾ എടുക്കണം. പോണുണ്ട്, ഞാൻ വിളിച്ചിട്ടൊന്നും അതിട്ടൊന്നും ശ്രദ്ധിക്കില്ല. ഗ്യാസ് വാങ്ങിയോ? അത് നാളെ വാങ്ങിയ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. 10 ആരുടെ കുട്ടിയെ, ആരുടെ വീട്? ചായ ഉണ്ട്, കുടിച്ചോളൂ ചായ. 4 മണിയൊക്കെ ഉണ്ടായി, 4 മണി ഉണ്ടായിരുന്നു, 3:30 ചോറ് പോണ്ടെന്ന്. ഇപ്പൊ പഠിച്ചില്ലേ, ഗ്യാസിലൊക്കെ ശരിയായില്ലേ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇതാക്കിയതേ ഇപ്പൊ കത്തിക്കൽ തുടങ്ങിയില്ലേ? കത്തിക്കൽ തുടങ്ങി. അതല്ല, ഇത് ഇന്നലൊക്കെ ഇവിടെ പുറത്തേക്ക് വെച്ചു. അങ്ങനെ അതിന്റെ ഈ അടപ്പ് കിട്ടാൻ കഴിയുന്നത് ഒരാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് തൽക്കാലം അടുപ്പ് കൊണ്ടുവന്നു. ഇതിപ്പോ ഇന്നലാണ് പോയി ഈ അടപ്പ് കിട്ടിയ പുതിയത്. അപ്പൊ ഭയങ്കര ചൂടാണ്, നല്ല തീ. മറ്റേത് അങ്ങനെ ഇല്ല. കുഞ്ഞ കയ്യിന് കുത്തല്ലോ സൂര്യൻ. ഇവിടെ വീട് ടൈലിടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരിക കേട്ടോ ഇങ്ങോട്ട് ചേച്ചീൻ്റെ വീട്ടിക്ക്. ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വീട്ടിലേന്ന് ചേച്ചിയൊക്കെ കഴിഞ്ഞു പോകുന്നത്. എന്ത് പറയണ, ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇപ്പം വലിയൊരു വീടൊക്കെ വെച്ചു. അതേപോലെ തന്നെ ഇപ്പം മക്കളൊക്കെ വലുതായി ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഒരുവിധം എല്ലാ പണികളും വീടിൻ്റെ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കളെ. അത് ആർക്കായാലും അങ്ങനെ, നമ്മളൊരു സ്വപ്നമാണല്ലോ വീട് എന്നുള്ളൊരു സ്വപ്നം. ആ ഒരു സ്വപ്നം പൂവണിയാന്ന് പറഞ്ഞാൽ അത് എവിടെ പറഞ്ഞാലും ആ സന്തോഷം തീരൂല. കാരണം അത്രത്തോളം സന്തോഷം. അപ്പോൾ ഇപ്പോൾ ടൈലിടൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്.
ടൈലിടൽ കഴിഞ്ഞു, ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ സിറ്റ് ഔട്ടിൻ്റെ അവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നല്ല രസം. എന്ത് പറയണത്, LED ബൾബോ അങ്ങനെ എന്തൊക്കെ വെച്ചപ്പോൾ അടിപൊളിയായിട്ടോ. പിന്നെ അതിന് ശേഷം മൂത്തച്ഛനും മൂത്തച്ഛൻ്റെ മകളും ഏടത്തിയമ്മൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടനാണ് കേട്ടോ ഈ പോണത്. പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നത് പറഞ്ഞാൽ ഞാൻ ഐശ്വര്യ രാജുവായിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. വണ്ടി എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരമല്ല രാത്രി ഒരു 8:30 തോന്നുന്നു ഞങ്ങൾ പോരുന്നത്. പിന്നെ വിശേഷങ്ങളൊക്കെ പറയാൻ ഞങ്ങൾ ഒന്നിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. അതൊക്കെ ആകെ കോളായിട്ടോ. പിന്നെ രണ്ടാമതൊന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ ഞാനിതാ മുറ്റത്ത് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എന്നാലും ക്യാമറ ഒക്കെ പിടിച്ചാണ്ട് മുന്നിലേക്കൊക്കെ നോക്കി വർത്താനം പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ആ വർത്താനമൊക്കെ ആകെപ്പാടങ്ങോട്ട് ഇന്നെ തന്നെ മടി പിടിപ്പിച്ച അവസ്ഥയായിക്കണ്. അതെന്താ പറയണമെന്ന് വെച്ചാലേ, ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ നാത്തൂന്, അതായത് ഹസ്ബൻഡിൻ്റെ വലിയ പെങ്ങളെ വീടാണ് കേട്ടോ. പെങ്ങളെ കെട്ടിച്ച് കൊണ്ടുവന്ന വീടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ പെങ്ങളെ മൂത്തച്ഛന്, അതായത് വലിയ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മകളെ കല്യാണത്തിനാട്ടോ ഞങ്ങൾ വന്നിണത്, മോളെ കല്യാണത്തിനാട്ടോ. ഞാൻ പുതുപ്പെണ്ണിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടോ. അപ്പോൾ ഓള് പറഞ്ഞു മഞ്ഞൾ കല്യാണമോ മൈലാഞ്ചി കല്യാണമോ അങ്ങനെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വീട് മുകളിലത്തെ വീടാണ് കേട്ടോ. ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു എനിക്ക് വെട്ടാൻ പോകണം, അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോകണം എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്കും തന്നെ പുതുപ്പെണ്ണിനെ കാണിച്ചു തരാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെ മക്കൾ ഇവിടെ കളിയിലാണ് കേട്ടോ. ചോറുണ്ടിട്ടില്ല, എല്ലാവരും ചോറുണ്ടാൻ ക്ഷണിക്കുന്നുണ്ട്, വരി ചോറുണ്ടിട്ട് ഇങ്ങോട്ട് പോരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ വരുന്നു, കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ വരാമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു. മക്കൾക്കാണെങ്കിൽ വലിയ സന്തോഷം, കാരണം വീടൊക്കെ അടിപൊളി വീടാക്കി. പിന്നെ മക്കളെ കാര്യം പറയണം, ഇവിടെ കളിക്കാനുള്ള മക്കൾ വേറെ കുട്ടികൾ കല്യാണമല്ലേ, അപ്പോൾ ഓൽക്കും തന്നെ ഒരുപാട് കളിക്കാരെ കിട്ടി. അങ്ങനത്തെ ഓരോ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ സമയം പോകണ്ട. ഞങ്ങൾ എന്തായാലും ചോറുണ്ണാൻ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോന്നും എനിക്കറിയില്ല മക്കളെ. ഇത് രമ്യാണ് കേട്ടോ, മൂത്തച്ഛൻ്റെ മകളാണ് കേട്ടോ. അപ്പോൾ രാത്രി വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇഷ്ടമായി പ്രതീക്ഷിക്കണം. ഞാൻ അടുത്തൊരു നല്ല വീഡിയോയിൽ കണ്ടുവരേക്കും. ടാറ്റാ ബൈ.